രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി വികസന പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തി. ഇതിനു മുന്നോടിയായി പ്രധാനമന്ത്രി അയോധ്യയിലൂടെ റോഡ് ഷോയും നടത്തി. മഹാഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും ആധുനികവൽക്കരിച്ച റെയിൽവേ സ്റ്റേഷനും അടക്കമാണ് പ്രധാനമന്ത്രി ഇന്ന് തുറന്നു നൽകിയത്. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും പുതിയ അമൃത് ഭാരത്, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെയും വിമാനത്താവളത്തിന്റെയും ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത്. തുടർന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 15,700 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കമായത്. ഇതിൽ 11,100 കോടിയുടെ വികസന പദ്ധതികൾ അയോധ്യയിലും സമീപ പ്രദേശത്തുമാണ്. 10:45 പ്രധാനമന്ത്രി അയോധ്യ വിമാനത്താവളത്തിലെത്തിയത്. പ്രധാനമന്ത്രിയുടെ റാലിയിൽ 1.5 ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തത്. അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് രാംപത്ത് വരെ 15 കിലോമീറ്ററോളം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് അയോധ്യയിലെ തെരുവിൽ രാമഭക്തി ഗാനങ്ങളും മുഴങ്ങി. വഴികളിൽ മണികൾ മുഴക്കുകയും മന്ത്രങ്ങൾ ചൊല്ലുകയും ചെയ്തു. പൂക്കളും ചുമർ ചിത്രങ്ങളും കൊണ്ട് വഴികൾ അലങ്കരിച്ചു. റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ശ്രീരാമന്റെ വലിയ കട്ടൌട്ടുകളും പ്രധാന സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വലിയ പോസ്റ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിലുള്ള സ്റ്റേഷന് സമീപമാണ് അയോധ്യാധാം ജംഗ്ഷൻ എന്ന് പേരിട്ട പുതിയ സ്റ്റേഷൻ. 3 പ്ലാറ്റ്ഫോമുകളടക്കം വിമാനത്താവള ടെർമിനലുകൾക്ക് സമാനമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ലിഫ്റ്റുകൾ, എക്സ്കലേറ്ററുകൾ, ഫുഡ് പ്ലാസകൾ, പൂജ ആവശ്യങ്ങൾക്കുള്ള കടകൾ, ക്ലോക്ക് റൂമുകൾ, ശിശു പരിപാലന മുറികൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ആരോഗ്യ പരിപാലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങൾ 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പ്രൊജക്ട് മാനേജർ അഹമ്മദ് കമാൽ പറഞ്ഞത്. രാമക്ഷേത്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ മാറിയാണ് വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ മര്യാദ പുരുഷോത്തം ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു വിമാനത്താവളത്തിന് പേര് നൽകാൻ ആലോചിച്ചിരുന്നത്. എന്നാൽ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യാധാം എന്നായിരിക്കും വിമാനത്താവളത്തിന്റെ പുതിയ പേര്. അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്ത ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾക്കും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. ആനന്ദ് വിഹാർ ദർഭംഗ റൂട്ടിലും ബാംഗ്ലൂരു മാൾഡ റൂട്ടിലുമാണ് തീവണ്ടികൾ സർവീസ് നടത്തുക. 130 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പുഷ്പുൾ സാങ്കേതിക വിദ്യകൾ പ്രവർത്തിക്കുന്ന തീവണ്ടി വന്ദേ ഭാരതിന് കിടപിടിക്കുന്ന സൗകര്യങ്ങളോടെയാണ് ട്രാക്കിൽ ഇറങ്ങിയിരിക്കുന്നത്. 6 പുതിയ വന്ദേ ഭാരത് തീവണ്ടികൾക്കും ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒപ്പം 2,180 കോടി ചെലവിൽ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ്, അയോധ്യ രാംപത്ത്, ഭക്തിപത്ത്, ധരംപത്ത്, ശ്രീരാം ജന്മഭൂമി പത്ത് എന്നീ 4 റോഡുകൾ, രാജഋഷി ദശരഥ് സ്വയംഭരണ സംസ്ഥാന മെഡിക്കൽ കോളേജ്, ഒപ്പം 2,180 കോടി ചെലവിൽ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ്, അയോധ്യ രാംപത്ത്, ഭക്തിപത്ത്, ധരംപത്ത്, ശ്രീരാം ജന്മഭൂമി പത്ത് എന്നീ 4 റോഡുകളും, രാജർഷി ദശരഥ് സ്വയംഭരണ സംസ്ഥാന മെഡിക്കൽ കോളേജ്, അയോധ്യ ബൈപ്പാസിനും നഗരത്തിനുമുടനീളം മനോഹരമായ ഒട്ടേറെ റോഡുകൾ തുടങ്ങിയ വിവിധ പദ്ധതികൾക്കും ഇന്ന് തുടക്കം കുറിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.